ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വിശ്വാമിത്രൻ പറഞ്ഞു, നിർദോഷനായി നിന്ന് ഉഗ്ര തപസ്സു ചെയ്ത എന്നെ ദൂഷിക്കുന്നവർ ഭസ്മമായി പോകും, സംശയമില്ല. ഇപ്പോൾ തന്നെ അന്തപാശ ബന്ധിതരായി തീരുന്ന ആ ജീവാത്മാക്കൾ 700 ജന്മം നാഴയുടെ മാംസം ഭക്ഷിക്കുന്നവരും ക്രൂരന്മാരുമായ മുഷ്ടികർ എന്നു പേരുള്ളവരായി തീരട്ടെ. വികൃതരും വിരൂപരുമായി പാരിടത്തിൽ അലഞ്ഞു നടക്കട്ടെ. ദുർബുദ്ധിയായ മഹോദയൻ ദോഷരഹിതനായ എന്നെ ദൂഷിച്ചതിനാൽ സർവരാലും നിന്ദിതനായൊരു കാട്ടാളനായി തീരും. മനസ്സിന് അല്പം പോലും അലിവില്ലാതെ കുത്തിക്കൊല്ലുന്നതിൽ തൽപരനായി എൻ്റെ ക്രോധാഗ്നി കൊണ്ട് ദുർഗതി പൂകി അനേകകാലം വാഴും. അതികഠിന തപസ്സുകൊണ്ട് തേജസ്വി എന്ന വിശ്വാമിത്രൻ മുനിജന മധ്യത്തിൽ നിന്ന് ഇത്രയും ശാപവാക്കുകൾ ഉച്ചരിച്ച് ശാന്തനായി. മഹോദയന്മാരായ വസിഷ്ഠപുത്രന്മാരെ തപോബലത്താൽ ഇപ്രകാരം നാശത്തിലേക്ക് അഴുത്തിയ വിശ്വാമിത്രൻ മുനിജന മധ്യത്തിൽ നിന്ന് വീണ്ടും പറഞ്ഞു, ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവനും വലിയ വധാന്യനും ധർമ്മിഷ്ഠനും യശസ് ആർജിച്ചവനുമായ ത്രിശങ്കുവാണ് എന്നെ അഭയം പ്രാപിച്ച് ഈ ഉടലോടുകൂടി സ്വർഗം അണയുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആശ സഫലമായി തീരത്തക്ക വിധം നിങ്ങളെല്ലാവരും എന്നോടൊന്നിച്ച് ഒരു യജ്ഞം നടത്തണം. ആ വാക്കുകൾ കേട്ട മാമുനീന്ദ്രന്മാർ ഒത്തുചേർന്ന് ആലോചിച്ച് ധർമാർത്ഥയുക്തമായി പരസ്പരം പറഞ്ഞു, കൗശിക വംശജാതനായ ഈ മുനി അതികോപിഷ്ഠനാണ്. ഇദ്ദേഹം പറഞ്ഞത് അനുസരിക്കുക മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കർത്തവ്യം. അഗ്നിദേവന് തുല്യനായി കഴിഞ്ഞു. ഭഗവാൻ വിശ്വാമിത്രൻ ക്രോധാവിഷ്ടനായാൽ നമ്മെ മുഴുവൻ ശപിച്ചേക്കും. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹം നിർദ്ദേശിക്കുന്നത് പോലെ ഇക്ഷ്വാകുനന്ദനൻ വിശ്വാമിത്ര ശക്തിയാൽ മെയ്യോടൊത്ത് വാനോടം പൂകത്തക്ക നിലയിൽ യാഗം നടത്താം. അവിടെ സന്നിഹിതരായ മാമുനിമാരെല്ലാവരും കൂടി കർമ്മങ്ങൾ ഓരോന്നോരോന്നായി ആരംഭിച്ചു. തേജസ്സേറിയ ഗാദീസുതൻ യജ്ഞത്തിലെ അദ്വര്യവായി. എല്ലാ മന്ത്രങ്ങളും നല്ലപോലെ അറിയാവുന്ന മഹർഷിവര്യന്മാർ ഋദ്വിക്കുകളായി. വേദവിധി അനുസരിച്ച് സർവകർമ്മങ്ങളും നിറവേറ്റി അമിത തപോബലമാർജിച്ച കൗശികൻ അനേക സമയത്തിനു ശേഷം അമരന്മാരെ യജ്ഞഭാഗം സ്വീകരിക്കുവാൻ ആവാഹിച്ചു. എന്നാൽ അവരവരുടെ പങ്ക് വാങ്ങുവാൻ ദേവന്മാർ സന്നിഹിതരായില്ല. വിശ്വാമിത്ര മഹർഷീന്ദ്രന്റെ ഹൃദയത്തിൽ കോപം നിറഞ്ഞു. ധ്രുവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്ഷരങ്ങൾ ഇടരത്തക്ക അരിശത്തോടെ, ഹേ മഹാരാജാവേ, ഞാൻ സമ്പാദിച്ച തപസ്സിന്റെ ശക്തി കാണൂ. ഈ ശരീരത്തോടു കൂടി തന്നെ ഞാനിതാ അങ്ങയെ സ്വർഗത്തിലേക്ക് അയക്കുന്നു. ഭൂപാലേന്ദ്ര, ദുഷ്പ്രാപ്യമായ വിണ്ണിലേക്ക് കയറിയാലും ഞാൻ ഇന്ന് വരെ സമ്പാദിച്ച തപസ്സിന് ഫലമുണ്ടെങ്കിൽ അങ്ങ് ഇതേ നിലയിൽ സ്വർഗത്തിലേക്ക് പോയാലും. മാമുനി ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും നൃപൻ എല്ലാ തപോധനന്മാരും നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് ഉയരുവാൻ തുടങ്ങി. വിണ്ണുലകം അടുക്കുന്ന ത്രിശങ്കു രാജാവിനെ കണ്ട വാസവൻ ദേവന്മാരോട് കൂടി വന്ന് പറഞ്ഞു, ത്രിശങ്കു, മടങ്ങിപ്പോകൂ. നാഗലോകവാസത്തിന് അങ്ങ് അർഹനല്ല. ഗുരുശാപം കൊണ്ട് ഹതനായി തീർന്നിരിക്കുന്നു. ഹേ മൂഢ, തലകീഴായി അങ്ങ് ഭൂമിയിൽ പതിക്കട്ടെ. ദേവേന്ദ്ര വാക്കുകൾ കൊണ്ട് നരപാലകൻ അതേപോലെ കീഴ്പോട്ട് വീണു തുടങ്ങി. എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ എന്നിങ്ങനെ വിശ്വാമിത്രനോട് ദയനീയമായി പ്രാർത്ഥിച്ചപ്പോൾ കോപത്തിൻ്റെ പാരമ്യത്തിൽ എത്തിയ കൗശികൻ നിൽക്ക്, നിൽക്ക് എന്ന് കൽപ്പിച്ചു. വേറൊരു പിതാവിനെ പോലെയായി മുനി മധ്യസ്ഥിതനായ വിശ്വാമിത്രൻ അന്തരീക്ഷത്തിൻ്റെ തെക്കേ ദിക്കിൽ അത്ഭുതകരമായൊരു നക്ഷത്രമണ്ഡലം ഉടനെ കാണാറായി. സപ്തർഷി താരങ്ങളോടുകൂടിയ ആ വാനുലകിൽ വേണ്ടതെല്ലാം സൃഷ്ടിക്കുവാൻ കോപാവേശത്തോടെ ഒരുങ്ങിയ വിശ്വാമിത്രൻ മറ്റൊരു ഇന്ദ്രനെ ഞാനിതാ നിർമ്മിക്കുന്നു. ഈ ലോകത്തിലെ വാനോർക്കോൻ ഞാൻ സൃഷ്ടിക്കുന്നവനാണ്. ഇത്രയും പറഞ്ഞ് പുതിയ ദേവന്മാരെ വിശ്വാമിത്രൻ അതിരോക്ഷത്തോടെ സൃഷ്ടിക്കുവാൻ ആരംഭിച്ചു. മഹർഷി ശ്രേഷ്ഠന്മാർ, അമരന്മാർ, മഹാനുഭവന്മാരായ കിന്നരന്മാർ, മഹായക്ഷന്മാർ, ഉത്തമന്മാരായ സിദ്ധചാരണന്മാർ തുടങ്ങിയവരെല്ലാം പരിഭ്രാന്തരായി ഉജ്ജ്വല തപോനിധിയായ വിശ്വാമിത്രനോട് അനുനയപൂർവം, മഹാഭാഗനായ തപോനിധി, ഈ രാജാവ് ഗുരുശാപം കൊണ്ട് ക്ഷയിച്ചവനാണ്, വിണ്ണിലേക്ക് അണയുവാൻ അർഹനല്ല എന്നിങ്ങനെ പറഞ്ഞു. അത് കേട്ട കൗശികൻ കനത്ത സ്വരത്തിൽ, ദേവന്മാരെ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. മഹീപാലകനായ ഈ ത്രിശങ്കുവിനെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കയറ്റാമെന്ന് ഞാൻ വാക്കു പറഞ്ഞുപോയി. അതൊരിക്കലും തെറ്റിക്കുകയില്ല. നക്ഷത്രമാലകളോടുകൂടിയ ഈ വാനിടം വാർത്തിട്ടുള്ള കാലം വരെയും അനശ്വരമായി നിലനിൽക്കട്ടെ. ഞാൻ സൃഷ്ടിച്ച ഈ നാഗലോകത്തിൽ ഉടലോടുകൂടിയ ത്രിശങ്കു യഥേഷ്ടം വാഴട്ടെ. എല്ലാ സുരന്മാരും ഇത് സമ്മതിക്കുവിൻ. മുനി സിംഹന്റെ വാക്കുകൾ കേട്ട ദേവന്മാർ പറഞ്ഞു, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ, പറയുന്നത് പോലെ ആകട്ടെ.
ജ്യോതിശ്ചക്രവാളത്തിനപ്പുറത്ത് അനേകായിരം താരങ്ങളോടുകൂടിയ ഈ ലോകം നിലനിൽക്കട്ടെ. ആ നക്ഷത്രങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന ഒന്നായി തീർന്ന് സുര തുല്യനായി ത്രിശങ്കു തലകീഴായി നിൽക്കട്ടെ. യശസ്വിയും കൃതാർത്ഥനുമായ ഈ നരവരനെ ഈ നക്ഷത്രങ്ങളെല്ലാം അനുയാനം ചെയ്യും. അങ്ങനെ ബ്രഹ്മലോകവാസിയായ ഒരുവനെ പോലെ ഇദ്ദേഹം വസിക്കും. എല്ലാ ദേവന്മാരും ഋഷിമാരും വിശ്വാമിത്രനെ വണങ്ങി. ശാന്തനായ ഘാതീനന്ദനൻ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്നിങ്ങനെ സമ്മതം അരുളി. നരവരോത്തംസമായ രാമ, മഹാത്മാക്കളായ ദേവന്മാരും തപോധനന്മാരായ യതികളും യജ്ഞാവസാനത്തിൽ സ്വാലയങ്ങളെ സസന്തോഷം പ്രാപിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.